വാവേ, അച്ഛന്റെ പൊന്നു വാവേ. എന്താടാ അച്ഛന്റെ വാവയാണ്. ആ സന്തോഷായോ വാവയ്ക്ക്? സന്തോഷായോ? വാവയോടൊരു കാര്യം പറയട്ടെ. ഇതാ പിന്നെയുണ്ടല്ലോ, വാവ വീട്ടിലോട്ട് വന്ന ചേച്ചിമാരുടെ കൂടെ കളിക്കാലോ. ചിരിക്കുന്നുണ്ടാടാ നീ? ചിരിക്കുന്നുണ്ടാ നീ? ചിരിക്കും അവൻ. വാ. വിനയേട്ടാ ചായ. ഞാൻ ഒരിക്കൽ കൂടി പറയാ, ഇവിടുന്ന് എല്ലാവരും ഷോപ്പ് ഉദ്ഘാടനത്തിനന്ന് അവിടെ ഉണ്ടാവണം. വരാം വിനയേട്ടാ. ആ നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ ഞാൻ വണ്ടി അയച്ചേക്കാം. അത് ഞങ്ങൾ വന്നോളാം, കുഴപ്പമില്ല. അന്ന് എന്തായാലും നീയും മോനും വീട്ടിൽ നിൽക്കണം ചിരു. മക്കളെ കണ്ടിട്ട് കുറച്ച് ദിവസമായില്ലേ, അവർക്ക് നിന്നെ കാണുന്നുണ്ടാവില്ലേ? അയ്യോടാ, എന്താടാ? ഇല്ലില്ല ചിരു, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അന്ന്. അന്നത്തെ എല്ലാ കാര്യങ്ങൾക്കും നീയും നമ്മുടെ മക്കളും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാ നീ അന്ന് വീട്ടിൽ നിൽക്കണം ഞാൻ പറയുന്നത്. ഞാനെന്നാ അച്ഛനോടുകൂടി ഒന്ന് ആലോചിക്കട്ടെ. അച്ഛനെന്തായാലും നീ എൻ്റെ ഒപ്പം വരുന്നത് സന്തോഷമാവും. നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അച്ഛനാ. പലപ്പോഴും അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായതാ. നീ അവിടെ വന്ന് എൻ്റെ ഒപ്പം നിൽക്കുമെന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. ആ പിന്നെ മഞ്ചാടി, ഞങ്ങളുടെ സന്തോഷത്തിൽ ഇവിടെയുള്ള എല്ലാവരും എന്നും ഒപ്പം ഉണ്ടാവണം. അതുകൊണ്ടാ എല്ലാവരും മടിക്കാതെ ഫംഗ്ഷന് വരണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ, ഞങ്ങൾ എത്തിക്കോളാം. ആ വാവേ, എന്തടാ? വിജയ് മോനെ. വലിച്ചു കേട്ടിന്തിരാ അങ്ങോട്ട്. അമ്പലവനെ കുറിച്ച് വെള്ളം കൊടുത്തു നോക്ക്. കുറച്ച് വെള്ളം കുടിക്ക്. വേണ്ട വേണ്ടെന്ന് പറഞ്ഞില്ലേ? വെള്ളം കുടിച്ചേ. എന്ത് കാണിക്കണേ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ? ഈ വെള്ളം ഒന്നും കുടിക്കുന്നില്ല. ഇതെങ്ങോട്ട് വെച്ചേക്കച്ചാ. അമ്പിളി 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 വെള്ളം വേണ്ട. മിണ്ടാതിരിക്കും. അമ്പിളി അമ്പിളി
പിറകിലെ കൊണ്ട് നടക്കുക. എടുത്തങ്ങ് പുറത്തേക്ക് കളഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, പൊതുവഴിയിലിടുന്നത് ശരിയല്ലല്ലോ. വീട്ടിലെത്തട്ടെ. ഇതൊന്നും അച്ഛൻ കാണണ്ട. ആ മനസ്സ് പൊടി. കണ്ണിനോ? ആ എന്താ കണ്ണ, നീ ഇന്ന് കടയിൽ പോയില്ലേ? ഞാൻ കടയിൽ പോയിട്ട് വരുന്ന വഴിയാ ചേച്ചി. പിന്നെ ഇന്ദിരാട്ടിനെ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. അവിടെ ലോഡ് വന്ന് കിടക്കാണേ. ഗോഡൌണിന്റെ താക്കോലും ഇല്ല. കൊള്ളാം. ഇന്ദ്രനിപ്പോ കച്ചവടം ചെയ്യാനല്ലല്ലോ നേരം. അവനെ അവന്റെ ഭാര്യ എന്തോ മല ചുമക്കാൻ അയച്ചിരിക്കുക. ആ എന്താ കണ്ണ? ചേച്ചി ഇന്ദിരാട്ട് എവിടെയാ ഉള്ളത്? വിളിച്ചിട്ട് കിട്ടുന്നില്ല. എടി, നീ എവിടേക്കാടി അവനെ പറഞ്ഞു വിട്ടെ? ഇങ്ങനെ പോയാ നീ അവന്റെ ഷോപ്പ് പൊട്ടിക്കുമല്ലോ. ഇന്ദ്രേട്ടന് ഉടനെ വരും കണ്ണ. ഇപ്പൊ എന്താ അത്യാവശ്യം? അത് ഗോഡൌണിന്റെ താക്കോല് ഇന്ദിരാട്ടിന്റെ കയ്യില. അത് കിട്ടിയാലേ തുറക്കാൻ പറ്റൂ. ആണോ? താക്കോൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ എടുത്തു തരാം. ആദ്യം ലോഡ് ഇറങ്ങട്ടെ, അപ്പോഴേക്ക് ഇന്ദ്രേട്ടൻ വരും. ശരി ചേച്ചി. ഓ, ഒരു നോക്കി നടത്തിപ്പുകാരി. എടാ, കടയിലെ കച്ചവടം എങ്ങനെയുണ്ട് കണ്ണ? കൊള്ളാം, നല്ല കച്ചവടാ. ആണോ? പിന്നെ സഹായത്തിന് ഒരാളെ കൂടി ഇന്ദിരാട്ടൻ വെച്ചിട്ടുണ്ട്. അവനെ അവിടെ നിർത്തിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇന്ദ്രൻ മുതലാളി ചമഞ്ഞ് കറങ്ങി നടക്കാൻ വേണ്ടിയാവും ആളെ വെച്ചത്. പണ്ടൊക്കെ മേലനങ്ങി ജോലി ചെയ്തിരുന്നവനാ, ഇപ്പൊ അതും ഇല്ല. ഇതല്ലേ കണ്ണ താക്കോല്? അതെ ചേച്ചി, ഇത് തന്നെയാ. പിന്നെ ലോഡിറക്കി കഴിയുമ്പോഴേക്കും ഇന്ദിരാട്ടൻ വരുമല്ലോ. ക്യാഷ് കൊടുക്കേണ്ടി വരും. ആ ശരി, ഞാൻ ഇന്ദ്രേട്ടനോട് പറഞ്ഞ് അതിനുള്ള ഏർപ്പാട് ചെയ്യാം. കണ്ണൻ ഷോപ്പിലേക്ക് പോയിക്കോ. ശരി ചേച്ചി.